പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എനർജി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചാപ്റ്ററാണ്. ഫിസിക്സിലെ ലാസ്റ്റ് ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഫസ്റ്റിലത്തെ കുറേ പ്രോബ്ലം സെക്ഷനൊക്കെ ഉള്ള ചാപ്റ്റേഴ്സ് വായിച്ചിട്ട് നിങ്ങളിത് വായിക്കാതെ പോയത് ഇത് തിയറി ആയിട്ട് മാത്രമുള്ളതാണ്. നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പലരും ബുക്സൊക്കെ എഴുതിയിട്ടുണ്ട്, നോട്ട്ബുക്കുകളൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും എഴുതാതെയൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറഞ്ഞു തരാം എനർജി മാനേജ്മെൻറ്റിൽ. ഓക്കെ, അപ്പോൾ എനർജി മാനേജ്മെൻറ്റിൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 147 നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും കയ്യിൽ വെക്കണം. അപ്പോൾ 147 നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ദെൻ ഹൗ ഡസ് എനർജി ക്രൈസിസ് ഒക്കേഴ്സ്? മനസ്സിലായോ? എനർജി നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, പിന്നെ എങ്ങനെയാണ് എനർജി ക്രൈസിസ്, അതായത് എനർജി ഇല്ലായ്മ അനുഭവപ്പെടുന്നത്, നമ്മൾക്ക് എനർജീൻ്റെ ലോസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കറിയാമല്ലേ, ഗ്യാസൊക്കെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും സൂക്ഷിച്ച് ഉപയോഗിക്കുക, ഇന്ധനങ്ങൾ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എനർജി ക്രൈസിസ് ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. വെൻ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ, സം പാർട്ട് ഓഫ് ഇറ്റ് ഗെറ്റ്സ് ലോസ്റ്റ് ഇൻ അനദർ ഫോം. സച്ച് എ ലോസ് ഈസ് ദി മെയിൻ കോസ് ഫോർ എനർജി ക്രൈസിസ്. എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എനർജീനെ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് എനർജി എന്തായി മാറാം? ഹീറ്റ് എനർജിയോ അങ്ങനെ താപോർജ്ജമൊക്കെ ആയിട്ട് മാറുന്നില്ലേ? അങ്ങനെ മാറിയിട്ട് അത് ലോസ് ആവാം. അങ്ങനെയാണ് ലോസ് ആവുന്നത്. നമുക്ക് ഒന്നുകൂടി ആൻസർ പറയാം. വെൻ എനർജി ഈസ് ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറുമ്പോൾ സം പാർട്ട് ഓഫ് ഇറ്റ് ഗെറ്റ്സ് ലോസ്റ്റ് ഇൻ അനദർ ഫോം, അതിൻ്റെ ചില ഭാഗം എന്താവും? മറ്റു ചില എനർജി ഫോമായിട്ട് ലോസ് ആവും. സച്ച് ലോസ് ഈസ് ദി മെയിൻ കോസ് ഫോർ എനർജി ക്രൈസിസ്. അങ്ങനെ ഉണ്ടാവുന്ന നഷ്ടമാണ് എനർജി ക്രൈസിസിന് പ്രധാനപ്പെട്ട കാരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ലിസ്റ്റ് ഡൗൺ ദ ഡിഫറെൻറ്റ് ഫോം ഓഫ് എനർജി യു യൂസ് ഫോർ വേരിയസ് പർപ്പസ് ഫ്രം ദ ടൈം യു വേക്ക് അപ്പ് ടിൽ യു റീച്ച് യുവർ സ്കൂൾ. നിങ്ങൾ സ്കൂളിൽ എത്തുന്നത് വരെ നിങ്ങൾ എന്തൊക്കെ എനർജിയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് മസ്കുലാർ എനർജി ഫോർ ഡിഫറെൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി നടത്തുന്നുണ്ടോ അതിനൊക്കെ നമ്മുടെ മസ്കുലാർ എനർജി, മസിലിൻ്റെ മുകളിൽ നിന്നുള്ള എനർജി വേണം അല്ലേ? അപ്പോൾ മസ്കുലാർ എനർജി എന്തിനു വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യുന്നത്? ഫോർ ഡിഫറെൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, വ്യത്യസ്തമായ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതചര്യകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ മസ്കുലർ എനർജി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തതായിട്ട് കെമിക്കൽ എനർജി. കെമിക്കൽ എനർജി എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? കുക്കിങ്ങിന് വേണ്ടിയിട്ട് കെമിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമതായിട്ട് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതും ഈ മസ്കുലാർ എനർജി തന്നെയാണ്. ഫോർ മൂവിങ്, നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്, ഡ്രൈവറൊക്കെ ബസ്സിൽ കയറിയിട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ എന്താണ്, ഒരു മെക്കാനിക്കൽ എനർജിയാണ് ബസ്സിൻ്റെ മെക്കാനിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. സൗണ്ട് എനർജി ടു കോൾ ഫ്രണ്ട്സ്. നിങ്ങൾ നടന്നു പോകുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തോ യൂസ് ചെയ്യുന്നുണ്ട്? സൗണ്ട് എനർജിയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ എനർജിയാണ് നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നത് വരെ യൂസ് ചെയ്യുന്നത്? മസ്കുലാർ എനർജി ഫോർ ഡിഫറെൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, വ്യത്യസ്തമായ ഫിസിക്കൽ ആക്ടിവിറ്റി നടത്താൻ വേണ്ടിയിട്ട് മസ്കുലാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ എനർജി എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? കുക്ക് ചെയ്യാൻ. കെമിക്കൽ എനർജി വിറകൊക്കെ കത്തിച്ചിട്ട് അടുപ്പിലൊക്കെ കത്തിച്ചിട്ടാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നത്. അതൊരു കെമിക്കൽ പ്രോസസ്സാണ്. തീ കത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കെമിക്കൽ എനർജിയാണ്. അവിടെ ഈ കത്തുക, ജ്വലിക്കുക എന്നുള്ളത് ഒരു കെമിക്കൽ പ്രോസസ്സ് ആയതുകൊണ്ടാണ് അത് കെമിക്കൽ എനർജി കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി ഫോർ മൂവിങ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ സൈക്കിൾ ഓടിക്കുകയോ അല്ലെ ബസ്സിൽ കയറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. സൗണ്ട് എനർജി ടു കോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് സൗണ്ട് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഫ്രം വിച്ച് സോഴ്സ് ആർ യു ഗെറ്റിംഗ് ദീസ് ഫോംസ് ഓഫ് എനർജി? ഇത്തരം എനർജികൾ നിങ്ങൾക്ക് ഏത് സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ലൈക്ക് സൺ, ഫ്യൂവൽസ് ആൻഡ് പവർ സ്റ്റേഷൻ. അതായത് സൂര്യനാണ് നമ്മുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. എനർജിയുടെ പ്രധാന പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ ഇത്തരം എനർജിയൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൂര്യനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫ്യൂവൽസ് എന്നാണ് ഇന്ധനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പവർ സ്റ്റേഷനിൽ നിന്നാണ് കറണ്ട് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇത്തരം എനർജികളൊക്കെ നമുക്ക് കിട്ടുന്നത് സൂര്യനിൽ നിന്നും ഇന്ധനങ്ങളിൽ നിന്നും. ഇന്ധനം എന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ, ഡീസൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതാണ് ഫ്യൂവൽ. ഗ്യാസ്, അതൊക്കെയാണ് ഫ്യൂവൽസ്. ആൻഡ് പവർ
സ്റ്റേഷൻസ്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 149 നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഫയർവുഡ്, കെറോസിൻ, ബയോഗ്യാസ്, സോളിഡും ലിക്വിഡും ഗ്യാസും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫയർവുഡ് ആണ് സോളിഡിലെങ്കിൽ, ലിക്വിഡ് ആകുമ്പോൾ അത് കെറോസിൻ ആവും, ഗ്യാസ് ആകുമ്പോൾ ബയോഗ്യാസ് ആവും. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ കോക്ക്, പെട്രോൾ, മീഥെയ്ൻ. ഓക്കെ, കോക്കിൻ്റെതാണ് പെട്രോളായി മാറും, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ അത് മീഥെയ്ൻ. വുഡ്, ചാർക്കോൾ, നിങ്ങൾ മരത്തിൻ്റെ കരികൾ ഉണ്ടാവില്ലേ, അത് ഡീസലായിട്ട് മാറും, പിന്നെ LPG ആയിട്ട് മാറും. കോൾ അത് കരി, ഫ്യുവൽ ഓയിലാവും, പവർ കെറോസിനാവും, എത്തനോൾ. കൂൾ ഗ്യാസ്, CNG, ഹൈഡ്രജൻ. അപ്പോൾ ഞാൻ പറയാം, അത് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. സോളിഡിൽ നിങ്ങൾക്ക് ഫയർവുഡ്, കോക്ക്, വുഡ്, ചാർക്കോൾ, കോൾ, ഇതൊക്കെയാണ് സോളിഡ് ആയിട്ടുള്ള നമ്മൾക്ക് കിട്ടുന്ന എനർജി, ഇന്ധനം ഉണ്ടാക്കാൻ പറ്റുന്നത്. ലിക്വിഡിൽ കെറോസിൻ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഫ്യുവൽ ഓയിൽ ഉണ്ട്, പവർ കെറോസിൻ ഉണ്ട്, എത്തനോൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലിക്വിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്തിന്? ഇത്തരം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കെറോസിനും പെട്രോളും ഡീസലും ഒക്കെ. ഗ്യാസ് ആണെങ്കിൽ ബയോഗ്യാസ് ഉണ്ട്, മീഥെയ്ൻ ഉണ്ട്, LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഉണ്ട്, കൂൾ ഗ്യാസ് ഉണ്ട്, CNG, ഹൈഡ്രജൻ. ഇതൊക്കെയാണ് ഗ്യാസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ടേക്ക് 3 പേപ്പേഴ്സ് ഓഫ് ദി സെയിം സൈസ്. ഒരേ സൈസുള്ള 3 പേപ്പറുകൾ എടുക്കാൻ. കീപ്പ് 1 സ്ട്രെച്ചഡ്. ഒന്ന് എന്ത് ചെയ്യുക, നമ്മൾ മടക്കുക. ക്രംബിൾ ദ നെക്സ്റ്റ്, അടുത്തത് എന്ത് ചെയ്യുക, നല്ലോണം ക്രംബിൾ ചെയ്യുക, അങ്ങനെ ചുരുട്ടി കൂട്ടുക. മേക്ക് ദ തേർഡ് പേപ്പർ വെറ്റ് യൂസിങ് വാട്ടർ. മൂന്നാമത്തത് എന്ത് ചെയ്യുക, വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ നനയ്ക്കുക. ബേൺ ഈച്ച് വൺ ഓഫ് ദം ഓവർ എ കാൻഡിൽ ഫ്ലെയിം യൂസിങ് പിൻസേഴ്സ്. നമ്മൾ കാൻഡിൽ ഫ്ലെയിം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് കത്തിച്ച് ഈ 3 പേപ്പേഴ്സ് കത്തിക്കുകയാണെങ്കിൽ കമ്പയർ ദ ബേണിംഗ് ഓഫ് ഈച്ച്. എന്താണ് നമ്മൾ ഇവിടെ കത്തുന്നത്, എത്ര വേഗത്തിലാണ് കത്തുന്നത്, കംപ്ലീറ്റ് കത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ബേൺസ് സ്ട്രെച്ചഡ് പേപ്പേഴ്സ്, അതായത് മടക്കി വെച്ച പേപ്പേഴ്സ് എന്താവുന്നുണ്ട്, സ്ട്രെച്ച് ചെയ്ത പേപ്പേഴ്സ് ബേൺസ് വെരി വെൽ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബേൺ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ബിക്കം ആഷസ്, അത് പിന്നെ എന്താവുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ആഷായിട്ട്, ചാരമായിട്ട് മാറുന്നുണ്ട്. ക്രംബിൾഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ നല്ല ചുരുട്ടിക്കൂട്ടിയ പേപ്പർ. എ ലോട്ട് ഓഫ് സൂട്ട് ബേൺ സ്ലോലി, പകുതിയെ സ്ലോ ആയിട്ടേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ഇതാവുന്നുള്ളൂ. സം ആഷ് ഈസ് പ്രൊഡ്യൂസ്ഡ്, കുറച്ച് ആഷ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട്. സം പാർട്ട് ഈസ് ലെഫ്റ്റ് അൺബേൺഡ്, അതിങ്ങനെ ചുരുട്ടി മടക്കിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഭാഗം, കുറച്ച് ഭാഗം മാത്രമേ കത്തുള്ളൂ. സം പാർട്ട് ഈസ് ലെഫ്റ്റ് അൺബേൺഡ്, പല പാർട്ടുകളും അൺബേൺഡ് ആയിട്ട് കത്താതെ അവശേഷിക്കുകയും ചെയ്യും. വെറ്റ് പേപ്പർ ആണെങ്കിൽ ബേൺസ് വെരി സ്ലോലി, വളരെ സ്ലോ ആയിട്ടാണ് ഈ നനഞ്ഞ പേപ്പർ കത്തുള്ളൂ. സ്മോക്ക് ഈസ് ഫോംഡ്, അവിടെ എന്തുണ്ടാകുന്നുണ്ട്, സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. 3 പേപ്പേഴ്സ് തന്നെയാണ്, സെയിം മെറ്റീരിയലാണ്, പക്ഷേങ്കിൽ അത് ഒന്ന് മടക്കി വെച്ചതാവുമ്പോൾ, ഒന്ന് ക്രംബിൾഡ് ചുരുട്ടിക്കൂട്ടി ആക്കുമ്പോൾ, ഒന്ന് വെള്ളത്തിൽ നനയ്ക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 150 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനർജി മാനേജ്മെൻറ്റ് പ്രോഡക്ട്സ്. ക്വസ്റ്റ്യൻ 6 റൈറ്റ് ഡൗൺ ദ സിറ്റുവേഷൻ ഓർ സ്പെഷ്യാലിറ്റീസ് ഫോർ പാർഷ്യൽ കമ്പഷൻ. എന്താണ് പാർഷ്യൽ കമ്പഷൻ, അതിലേക്ക് വരുന്ന സിറ്റുവേഷൻ അല്ലെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ പാർഷ്യൽ കമ്പഷൻ, കത്തുമ്പോൾ പാർഷ്യലായിട്ട് കത്താൻ കാരണം എന്താണ്, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ മേലെ നോക്കിയപ്പോൾ നമുക്ക് കണ്ടു. പാർഷ്യൽ ഡ്രൈനെസ്, പകുതി മാത്രം ഉണങ്ങിയ സാധനമായിരിക്കും, പാർഷ്യൽ ഡ്രൈനെസ് ആയിരിക്കും. ഇൻസഫിഷ്യൻറ്റ് അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ അവൈലബിലിറ്റി വേണമല്ലേ കത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസഫിഷ്യൻറ്റ് അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ആണ്. നിങ്ങൾക്കറിയാം, ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും ഗ്ലാസ്സൊക്കെ എടുത്ത് മൂടിയാൽ അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ കുറയുമ്പോൾ അതെന്തായിപ്പോൾ കെട്ടുപോകും അല്ലേ, അതായത് തീ അണഞ്ഞു പോവും. അപ്പോൾ പാർഷ്യൽ ഡ്രൈനെസ് ഒരു കാരണമാണ്. പാർഷ്യൽ കമ്പഷൻ, പകുതി മാത്രം കമ്പഷൻ, അത് കത്താൻ കാരണം എന്താണ്, പാർഷ്യൽ ഡ്രൈനെസ് ആണ്. ഇൻസഫിഷ്യൻറ്റ് അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറവായത് കാരണമായിരിക്കാം. ലാക്ക് ഓഫ് ഫെസിലിറ്റീസ് ഫോർ ദ റിമൂവൽ ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ അവിടെയുള്ള ഓക്സിജൻ്റെ റിമൂവലിനുള്ള ഫെസിലിറ്റി വളരെ കുറവായതുകൊണ്ടായിരിക്കും പാർഷ്യൽ കമ്പഷനുള്ള കാരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് പാർഷ്യൽ കമ്പഷൻ? എന്തൊക്കെയാണ് പാർഷ്യൽ കമ്പഷൻ്റെ, പകുതി മാത്രം എന്താണ് കമ്പസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഡ്രോബാക്സ്, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഫ്യുവൽ ലോസ്, നമ്മളുടെ ഫ്യുവല് എന്താണ് കത്തി നശിച്ചു പോകും, ഫ്യുവലിൻ്റെ ലോസ് ഉണ്ടാവും. വേസ്റ്റേജ് ഓഫ് ടൈം, നമ്മളുടെ ടൈം വേസ്റ്റ് ആവും. എക്കണോമിക്സ് ലോസ് ഉണ്ടാവും.
അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ ഉണ്ടാവും. മോർ സ്മോക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഒരുപാട് സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ കാർബൺ മോണോക്സൈഡ് ആയ പ്രൊഡ്യൂസ്ഡ് ആസ് ബൈ പ്രോഡക്റ്റ്. എന്തൊക്കെയാണ് പാർഷ്യൽ കമ്പഷൻ? അത് ഒരിക്കലും കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ പാർഷ്യൽ കമ്പഷൻ എന്ന് പറഞ്ഞാൽ പകുതി മാത്രം കത്തിപ്പിടിക്കുന്ന അവസ്ഥയാണ് പാർഷ്യൽ കമ്പഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ പാർഷ്യൽ കമ്പഷൻ കൊണ്ട് ഒരുപാട് ഡ്രോബാക്സുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞാൽ, ഫ്യൂവൽ ലോസ്, നമ്മളുടെ ഫ്യൂവൽ നഷ്ടപ്പെടും. വേസ്റ്റേജ് ഓഫ് ടൈം, അത് കത്തിക്കാൻ വേണ്ടി എടുത്ത ടൈം വേസ്റ്റ് ആവും. എക്കണോമിക്സ് ലോസ് ഉണ്ടാവും. അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ ഉറപ്പായിട്ടുണ്ടാവും, കാരണം അത് കത്തുമ്പോൾ പകുതി മാത്രം കത്തുമ്പോൾ അവിടെ പുകയുണ്ടാവും അല്ലേ. മോർ സ്മോക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഒരുപാടധികം സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെയുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡായ പ്രൊഡ്യൂസ്ഡ് ആസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് പാർഷ്യൽ കമ്പഷൻ്റെ പോരായ്മകൾ, ഡ്രോബാക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി ആനിമേഷനിലുള്ള വാട്ട് ആർ ദി അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സ്മോക്ക്ലെസ് ചൂലാഷ് അറ്റ് ഹോം? നോട്ട് ദം ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. ചൂളകൾ ഉപയോഗിക്കുക, സ്മോക്ക്ലെസ് ആയിട്ടുള്ള ചൂളകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജുകൾ, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. മേക്ക് ഹോം നീറ്റ്, നമ്മുടെ വീട് എന്താവും, ആദ്യം തന്നെ ഈ സ്മോക്ക് പുകയില്ലാത്തതായാൽ നമ്മുടെ വീട് എന്താവും, നീറ്റാവും. ലങ് ഡിസീസസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്, ഇങ്ങനെ പുകയുണ്ടാവുന്നത് തടയുമ്പോൾ സ്മോക്ക്ലെസ് ആയിട്ടുള്ള ചൂളകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലങ്സ് ഡിസീസ് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. ഡസൻറ്റ് അഫക്ട് ദ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ്, നമ്മുടെ ഇത് കത്താതെ വീട്ടിൽ മുഴുവൻ പുക നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. അപ്പോൾ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി നമ്മളെ ബ്ലഡിന് വളരെയധികം കുറയും. പക്ഷേങ്കിൽ ഇങ്ങനത്തെ സ്മോക്ക്ലെസ് ആയിട്ടുള്ള ചൂളകൾ, അടുപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വീട് നീറ്റായിരിക്കും. ലങ് ഡിസീസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഡസൻറ്റ് അഫക്ട് ദ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ്, നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ബ്ലഡിൻ്റെ കപ്പാസിറ്റീനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യില്ല. അതേപോലെ റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് ഫ്യൂവൽ ലോസ്, ഈ ഫ്യൂവൽ ലോസും വേസ്റ്റേജ് ഓഫ് ടൈമും കുറയ്ക്കാനും ഈ സ്മോക്ക്ലെസ് ചൂളകൾ ഉപയോഗപ്രദപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിൽ, വിസിറ്റിംഗ് എ നിയർ ബൈ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ, ഇൻട്രാക്ട് വിത്ത് ദ സ്റ്റാഫ് ദർ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ പെർമിസിബിൾ പൊല്യൂഷൻ റേറ്റ്. എന്താണ് നിങ്ങൾ കാണല്ലേ, ഈ വാഹനങ്ങളുടെയൊക്കെ പുക പരിശോധന കേന്ദ്രങ്ങളൊക്കെ, നിങ്ങൾ വാഹനത്തിലൊക്കെ ഓടിക്കുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ബോർഡ് കാണാം. വാഹനങ്ങളുടെ പുക മലിനീകരണ ബോർഡിൻ്റെ ഇതൊക്കെ കിട്ടണം, അതിന് പെർമിഷനൊക്കെ കിട്ടിയാലേ നമുക്ക് വാഹനങ്ങൾ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ പെർമിസിബിൾ ആയിട്ടുള്ള പൊല്യൂഷൻ റേറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റാഫാണ് അവിടെ പോയിട്ട് ഈ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്ററിലെ സ്റ്റാഫിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചാൽ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്നുള്ളത്. The carbon monoxide produced as a result of combustion of fuels causes environmental pollution. Environmental pollution ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്താണ്? കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ്. ഈ ഫ്യൂവലുകൾ, ഇന്ധനങ്ങൾ കത്തുമ്പോഴുള്ള കാർബൺ മോണോക്സൈഡ് നമ്മളെ എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. മോർ കാർബൺ മോണോക്സൈഡ് മേ ബി പ്രൊഡ്യൂസ്ഡ് ഇഫ് ദ വെഹിക്കിൾ ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. നന്നായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന വെഹിക്കിൾ അല്ലെങ്കിൽ അവിടെ ഒരുപാട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നതായിരിക്കും. മോർ കാർബൺ മോണോക്സൈഡ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇഫ് ദ വെഹിക്കിൾസ് ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. ഓക്കെ, സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് ടു നോ വാട്ട് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ മോണോക്സൈഡ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സ്മോക്ക് കമ്മിങ് ഔട്ട് ഓഫ് വെഹിക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്ന സ്മോക്കിൽ എത്രമാത്രം കാർബൺ മോണോക്സൈഡിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന സെൻറ്ററിനെയാണ് സ്മോക്ക് ടെസ്റ്റിംഗ് പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റർ അല്ലെ പുക മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ? ദ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ കോസസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കാരണമാകുന്നതാണ് ഈ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്യൂവലിൻ്റെ കമ്പഷനെ കൊണ്ടുണ്ടാവുന്ന കാർബൺ മോണോക്സൈഡ്. അപ്പം വാഹനങ്ങൾ പ്രോപ്പറായിട്ടല്ല വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ കൂടെ ഉണ്ടാവുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് ടു നോ വാട്ട് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ മോണോക്സൈഡ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സ്മോക്ക് കമ്മിങ് ഔട്ട് ഓഫ് ദ വെഹിക്കിളിൽ നിന്ന് എത്രത്തോളം കാർബൺ മോണോക്സൈഡ് പുറത്ത് വരുന്നു എന്നുള്ളതിനെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് സ്മോക്ക് ടെസ്റ്റിംഗ് സെൻറ്റർ. മനസ്സിലായല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
വിച്ച് ആർ ദ ഫ്യൂവൽ ദാറ്റ് ആർ യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് ആൻഡ് ഇൻഡസ്ട്രീസ്? വെഹിക്കിൾസിലും ഇൻഡസ്ട്രീസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് എന്തൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, LPG ലിക്വിഡ് പെട്രോൾ, ഗ്യാസ് ആൻഡ് CNG എക്സെട്ര. എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത്? പെട്രോൾ, ഡീസൽ, LPG, CNG എന്നിവയാണ് വെഹിക്കിളിലും ഇൻഡസ്ട്രീസിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടാബുലേറ്റ് ദ കാറ്റഗറി ടു വിച്ച് ദീസ് ഫ്യൂവൽ ബിലോങ് ടു. കുറേ ഫ്യൂവലുകൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഏതൊക്കെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്? നമ്മൾ മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ. കോൾ എന്ന് പറയുന്നത് എന്താണ്? കോക്ക്. കോക്ക് ഒരു കോൾ, അതായത് കൽക്കരി പോലെയുള്ളൊരു സംഭവമാണ് കോക്ക്. അതേപോലെ കോൾ ഗ്യാസ്, കോൾ ടാർ, അമോണിയ, ഇതൊക്കെ എന്താണ്? കോളാണ്. ഇനി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എന്ത്? പെട്രോളിന് മാത്രമല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. പെട്രോളിയത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് പെട്രോൾ, കെറോസിൻ, ഡീസൽ, ഗ്യാസോലിൻ. ഇതൊക്കെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. എന്താണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ? പെട്രോൾ, കെറോസിൻ, ഡീസൽ, ഗ്യാസോയിൽ. ഓക്കെ. നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൽ ഉൾപ്പെടുന്നതാണ് LNG, മീതെയിൻ, പ്രൊപ്പെയിൻ, ഈതെയിൻ. ഏതൊക്കെയാണ്? LNG, മീതെയിൻ, പ്രൊപ്പെയിൻ, ഈതെയിൻ. ഇതൊക്കെയാണ് നാച്ചുറൽ ഗ്യാസുകൾ. മറന്നുപോയത് കോളിൽ ഉൾപ്പെടുന്നതാണ് കോക്ക്, കോൾ ഗ്യാസ്, കോൾ ടാർ, അമോണിയ. കോക്ക്, കോൾ ഗ്യാസ്, കോൾ ടാർ, അമോണിയ എന്നിവയാണ് കോളിൽ ഉൾപ്പെടുന്നത്. പെട്രോളിയത്തിൽ ഉൾപ്പെടുന്നതാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പെട്രോൾ, കെറോസിൻ, ഡീസൽ, ഗ്യാസോലിൻ. ഓക്കെ. ഇത് നാച്ചുറൽ ഗ്യാസിൽ ഉൾപ്പെടുന്നതാണ് LNG, മീതെയിൻ, പ്രൊപ്പെയിൻ, ഈതെയിൻ. മനസ്സിലായല്ലോ? ഇനി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 151 ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വിച്ച് ആർ ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം. പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനെ കൊണ്ട് ഉണ്ടാവുന്ന ബൈ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്? പെട്രോൾ ഓർ ഗ്യാസോലിൻ. പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസോലിൻ ഉണ്ടാകുന്നുണ്ട്. നാഫ്ത, കെറോസിൻ, ഡീസൽ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഫ്യൂവൽ ഓയിൽ, ഗ്രീസ്, വാക്സ് ആൻഡ് സം റെസിഡ്യൂ. കുറച്ച് റെസിഡ്യൂകൾ, അതിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞ സംഭവങ്ങൾ. ഇതൊക്കെയാണ് എന്ത് ഉപയോഗിക്കുമ്പോൾ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം. പെട്രോളിയത്തിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസോലിൻ, നാഫ്ത, കെറോസിൻ, ഡീസൽ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഫ്യൂവൽ ഓയിൽ, ഗ്രീസ്, വാക്സ് ആൻഡ് സം റെസിഡ്യൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. വിച്ച് ഈസ് ദ കുക്കിംഗ് ഗ്യാസ് ദാറ്റ് വി ഗെറ്റ് ഇൻ സിലിണ്ടർ ഫോർ ഡൊമസ്റ്റിക് യൂസ്. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന, ഡൊമസ്റ്റിക് യൂസിന് യൂസ് ചെയ്യുന്ന സിലിണ്ടറിൽ കിട്ടുന്ന കുക്കിംഗ് ഗ്യാസ് എന്താണ്? കുക്കിംഗ് ഗ്യാസിൻ്റെ പേരാണ് LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസിനെയാണ് കുക്കിംഗ് ഗ്യാസായിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഡൊമസ്റ്റിക് യൂസിന് സിലിണ്ടറിൽ കിട്ടുന്നതാണ് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അഥവാ LPG, ക്യാപിറ്റൽ LPG. ഓക്കെ. ഹൗ വിൽ യു നോ ഇഫ് ദർ ഈസ് ലീക്കേജ് ഇൻ LPG സിലിണ്ടർ? LPG സിലിണ്ടറിൽ ലീക്കേജ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം അല്ലേ? ദ സ്മെൽ ഓഫ് LPG ഈസ് ഫെൽറ്റ്. LPG എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ സ്മെല്ല് നമ്മൾക്ക് എന്താണ്? ഫീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്സിജനൊക്കെ ഒരു ഗ്യാസാണ്, പക്ഷേ നമുക്കതിൻ്റെ സ്മെല്ല് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഈ LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസിൻ്റെ സ്മെല്ല് നമുക്ക് ഫെൽറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നെവർ സ്വിച്ച് ഓൺ ഓർ സ്വിച്ച് ഓഫ് ഇലക്ട്രിസിറ്റി വെൻ ദർ ഈസ് എ ലീക്കേജ് ഓഫ് LPG. വൈ? എന്തുകൊണ്ടാണ് LPG ലീക്ക് ആവുന്ന സമയത്ത് ഒരിക്കലും ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് കറണ്ട് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയും ചെയ്യരുതെന്ന് പറയുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂഷ്വലി അഡ്വൈസ്ഡ് നോട്ട് ടു സ്വിച്ച് ഓൺ ഓർ ഓഫ് എനി ഓഫ് ദി ഇലക്ട്രിക് സ്വിച്ചസ് if you detect a gas leakage. It is because the fumes of gas are highly flammable. എന്താണ്? ഗ്യാസിൻ്റെ ഫ്യൂംസ് എന്ന് പറയുന്നത്, ഫ്യൂംസ് ഓഫ് ഗ്യാസസ് ആർ ഹൈലി ഫ്ലെയിമബിൾ, പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതാണ്, ഫ്ലെയിമബിൾ ആണ്. ആൻഡ് ഈവൻ സ്മാളസ്റ്റ് ഓഫ് സ്പാർക്ക് ക്യാൻ ഇഗ്നൈറ്റ് എ ഹ്യൂജ് ഫയർ. അതായത് അവിടെ മുഴുവൻ എന്താണ്? ഗ്യാസ് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇലക്ട്രിസിറ്റി ഓൺ ആക്കിയത് കൊണ്ട് പെട്ടെന്ന് എന്താണ് അവിടെ കറണ്ടിൻ്റെ എഫക്റ്റ് കൊണ്ടൊന്നും വരുന്നതല്ല. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പാർക്ക്, ഇലക്ട്രിക് ലീക്കേജ് കൊണ്ട്, കറണ്ടിൻ്റെ എന്തെങ്കിലും ലീക്കേജ് കൊണ്ട് ചെറിയൊരു സ്പാർക്ക് തീ ഉണ്ടായാൽ എന്താണ്? ഇഗ്നൈറ്റ് എ ഹ്യൂജ് ഫയർ. അവിടെ മൊത്തം ഗ്യാസ് നിറഞ്ഞത് കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ് കത്തിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഹൈലി ഫ്ലെയിമബിൾ ആയതുകൊണ്ട് തന്നെ സ്മാളസ്റ്റ് ഓഫ് സ്പാർക്ക് ക്യാൻ ഇഗ്നൈറ്റ് എ ഹ്യൂജ് ഫയർ. ചെറിയൊരു സ്പാർക്ക് തന്നെ വലിയൊരു ഹ്യൂജ് ഫയറിന് കാരണമാകുന്നതായിരിക്കും
അതുകൊണ്ടാണ് കറണ്ട് സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ചെയ്യരുതെന്ന് പറയുന്നത്. സ്വിച്ച് ഓണോ സ്വിച്ച് ഓഫൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു സ്പാർക്ക് അവിടെ ഉണ്ടായി, ഇലക്ട്രിക് സ്വിച്ചിൽ നിന്നൊക്കെ ഒരു സ്പാർക്ക് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ആ ഭാഗത്ത് കത്തിപ്പടർന്ന് ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിരിക്കും ഈ ഗ്യാസ്. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഗ്യാസ് ലീക്ക് ഉള്ളപ്പം ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നത്. If there is a leakage of LPG, does it rise up or come down in the atmosphere? Why? എന്താണ് LPG ഗ്യാസ് ലീക്കേജ് ഉണ്ടെങ്കിൽ അത് റൈസ് അപ്പ് ആകുമോ അല്ലെങ്കിൽ കം ഡൗൺ ആകുമോ, അറ്റ്മോസ്ഫിയറിലേക്ക് അലിഞ്ഞു ചേരുമോ എന്നാണ് ചോദിക്കുന്നത്. അനദർ റീസൺ വൈ കെയർ ഷുഡ് ബി ടേക്കൺ ഡ്യൂറിങ് സ്റ്റോറേജ് ഈസ് ദാറ്റ് LPG വേപ്പർ ഈസ് ഹെവിയർ ദാൻ എയർ. എയറിനെക്കാട്ടിലും ഹെവിയർ ആയിട്ടുള്ളതാണ് LPG വേപ്പർ എന്ന് പറഞ്ഞാൽ. LPG ഗ്യാസിൻ്റെ വേപ്പർ എന്ന് പറഞ്ഞാൽ ഹെവിയർ ആണ്, എയറിനെക്കാട്ടിൽ ഹെവിയർ ആണ്. സോ എനി ലീക്കേജ് വിൽ സിങ്ക് ടു ദ ഗ്രൗണ്ട് ആൻഡ് അക്യുമുലേറ്റ് ഇൻ ലോ ലൈയിങ് ഏരിയാസ് ആൻഡ് മേ ബി ഡിഫിക്കൽട്ട് ടു ഡിസ്പേഴ്സ്. അതായത് ലീക്കേജ് എന്താവും, ലീക്കേജ് വിൽ സിങ്ക് ടു ദ ഗ്രൗണ്ടിലേക്ക് പടരും. ആൻഡ് അക്യുമുലേറ്റ് ഇൻ ലോ ലൈയിങ് ഏരിയാസ്, മറ്റുള്ള ഏരിയകളിലേക്കൊക്കെ അടിഭാഗത്താണ് ഇത്, അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് ഇത് എന്താവുന്നത്, അക്യുമുലേറ്റ് ആവുന്നത് ഈ ഗ്യാസ് ലൈൻ. മേ ബി ഡിഫിക്കൽട്ട് ടു ഡിസ്പേഴ്സ്, അങ്ങനെ നമുക്കതിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റില്ല, അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാവും. LPG എക്സ്പാൻഡ്സ് റാപ്പിഡ്ലി വെൻ ഇറ്റ് ഈസ് ടെമ്പറേച്ചർ റൈസസ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് LPG എന്തായി എക്സ്പാൻഡ് ചെയ്യും, നല്ല സ്പീഡായിട്ട് നിലത്ത് കൂടെ ഇങ്ങനെ പടർന്നു പോകുന്നതാണ്, നമുക്ക് കാണാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് LPG ലീക്കേജ് എന്ന് പറയുന്നത് വളരെ മാരകമാണെന്ന് പറയുന്നത്. If there is leakage of LPG, it is mandatory to open the doors and windows. Why? എന്തുകൊണ്ടാണ് ഓപ്പൺ ആക്കണം, വിൻഡോസും ഡോർസും ഒക്കെ ഓപ്പൺ ആക്കണം LPG ലീക്കേജ്, ഗ്യാസ് ലീക്കേജ് ഉണ്ടാവുമ്പോൾ എന്ന് പറയുന്നത്? Immediately open all the doors and windows to your house so that the gas can escape. അവിടെയുള്ള ഗ്യാസിന് പുറത്തേക്ക്, വായുവിലേക്ക് എസ്കേപ്പ് ആവാൻ സാധിക്കുന്നതായിരിക്കും. നെവർ ഓപ്പൺ ഇലക്ട്രിക് ഫാൻ ഓർ ഈവൻ ആൻ എക്സോസ്റ്റ് ഫാൻ. ഒരിക്കലും അവിടെയുള്ള ഗ്യാസ് പുറത്തേക്ക് പോട്ടെ എന്ന് വിചാരിച്ച് എക്സോസ്റ്റ് ഫാൻ പോലും നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇലക്ട്രിക്കൽ ഫാൻ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒന്നും നിങ്ങൾ ഓൺ ചെയ്യാൻ പാടില്ല. ലെറ്റ് ദ ഗ്യാസ് എസ്കേപ്പ് നാച്ചുറലി. ആ ഗ്യാസ് ഫ്രീ ആയിട്ട് തന്നെ എന്താണ്, സ്വന്തമായിട്ട് തന്നെ പുറത്തേക്ക് എസ്കേപ്പ് ആയി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ. വൺസ് യു ഡു ദാറ്റ്, ഗോ ഔട്ട്സൈഡ് ദ ഹൗസ് ആൻഡ് ഐസൊലേറ്റ് ദ മെയിൻ ഇലക്ട്രിക് സപ്ലൈ. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, റൂമിൻ്റെ ഡോറൊക്കെ തുറന്നിട്ട് അല്ലെങ്കിൽ വാതിൽ ജനലുകളൊക്കെ തുറന്നിട്ടിട്ട് LPG ഗ്യാസിന് പുറത്തേക്ക് പോകാൻ അവസരം കൊടുത്താൽ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിട്ട് മെയിൻ ഇലക്ട്രിസിറ്റി സപ്ലൈ എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. ബി ഷുവർ ടു ഇവാക്യുവേറ്റ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ് ഫ്രം ദ ഏരിയ. നിങ്ങളെയും നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെയും ആ ഒരു സ്ഥലത്ത് നിന്ന്, നിങ്ങളുടെ എവിടെയാണോ LPG ലീക്കേജ് ഉണ്ടായത് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് പ്രിക്കോഷൻസ് ആർ ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡൻറ്റ് ഡ്യൂ ടു LPG ലീക്കേജ്. LPG ലീക്കേജ് കൊണ്ട് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. Discuss and record in the science diary. Examine the rubber tube at regular intervals and ensure that it doesn't have a leakage. Examine the rubber tube at regular intervals. നിങ്ങളുടെ വീട്ടിലുള്ള ഗ്യാസിൻ്റെ റബ്ബർ ട്യൂബ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. ആൻഡ് ആ ഒരു റബ്ബർ ട്യൂബിന് ഒരിക്കലും ലീക്കേജ് ഇല്ലയെന്ന് എൻഷുർ ചെയ്യണം, ഷുവർ ആക്കുകയും വേണം. Turn on the knob of stove only after a regulator is turned on. റെഗുലേറ്റർ ടേൺ ഓൺ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റൗവിൻ്റെ നോബ് നിങ്ങൾ എന്ത് ചെയ്യുക, ടേൺ ഓൺ ചെയ്യുക. അല്ലാതെ ഓൾറെഡി എന്താണ് ആ സ്റ്റൗവിൻ്റെ നോബ് നിങ്ങൾ ടേൺ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം താഴെയുള്ള റെഗുലേറ്റർ പോയിട്ട് ടേൺ ഓൺ ചെയ്താൽ പെട്ടെന്ന് ഗ്യാസ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും ഈസി ആയിട്ട് താഴെയുള്ള റെഗുലേറ്റർ ഓൺ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റൗവിൻ്റെ നോബ് നിങ്ങൾ ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഓൾവേസ് ബൈ LPG സിലിണ്ടർ ഫ്രം അതോറൈസ്ഡ് ഫ്രാഞ്ചൈസ് ഓൺലി. അതായത് അതോറൈസ്ഡ് ആയിട്ടുള്ള ആളുകളോട് മാത്രം എന്താണ് ഈ ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. Check that the cylinder has been delivered with the company seal and safety cap intact. Do not accept the cylinder if the seal is broken. അവിടെ സീല് ബ്രോക്കൺ ആയി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവരുന്ന ഗ്യാസ് സിലിണ്ടർ അറിയാം, അതിൻ്റെ മേലെ എന്തുണ്ടാവും, ഒരു സീൽ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും കവർ വെച്ചിട്ടും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് സീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സീൽ ചെയ്യാതെ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന സിലിണ്ടർ ആണെങ്കിൽ നിങ്ങളത് വാങ്ങാൻ പാടില്ല.
പ്ലീസ് ലുക്ക് ഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ടെസ്റ്റ്. ഡ്യൂ ഡേറ്റ് അതിൻ്റെ കീഴിൽ ഒരു ടെസ്റ്റ് ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും. ആ ഡ്യൂ ഡേറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. വിച്ച് ഈസ് മാർക്ക്ഡ് ഓൺ ദി ഇന്നർ സൈഡ് ഓഫ് ദ സിലിണ്ടർ സ്റ്റേ പ്ലേറ്റ് ആൻഡ് ഇഫ് ദിസ് ഡേറ്റ് ഈസ് ഓവർ ഡു നോട്ട് അക്സെപ്റ്റ് ദ സിലിണ്ടർ ഒരിക്കലും ഈ ഒരു ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ വാങ്ങാൻ പാടില്ല. ഡിസ്കണക്ട് LPG regulator and affix safety cap on the cylinder when your gas stove is not in use of the prolonged period. നിങ്ങളുടെ ഗ്യാസ് സ്റ്റവ് ഒരുപാട് നേരം യൂസ് ചെയ്യാതെ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, LPG റെഗുലേറ്റർ ഡിസ്കണക്ട് ചെയ്തിട്ട് നിങ്ങൾ. അതേപോലെ ലാസ്റ്റിലത്തെ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് സ്റ്റോർ ദ LPG സിലിണ്ടർ ഈസ് ആൻ അപ്രൈറ്റ് പൊസിഷൻ ആൻഡ് അവേ ഫ്രം അതർ കമ്പസ്റ്റൈൽ ആൻഡ് ഫ്ലെയിമബിൾ മെറ്റീരിയൽ. ഫ്ലെയിമബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കുന്നതോ അല്ലെങ്കിൽ കമ്പസ്റ്റിനായിട്ടുള്ള മെറ്റീരിയലിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഗ്യാസ് സിലിണ്ടർ മാറ്റി വെക്കേണ്ടതാണ്. ഗ്യാസ് സിലിണ്ടർ മാത്രം സ്പെഷ്യലായിട്ട് ഒരു ഏരിയയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ അപ്രൈറ്റ് പൊസിഷനിൽ മാത്രമേ അത് നിർത്താൻ പാടുള്ളൂ. ഇങ്ങനെ കിടത്തിയിടുകയൊന്നും ചെയ്യരുത്. ഓക്കെ. Check for gas leak regularly by applying soap solution on cylinder joints and സുരക്ഷാ പൈപ്പുകളോ അല്ലെങ്കിൽ സിലിണ്ടർ ജോയിൻറ്റുകളിലൊക്കെ എന്ത് വേണം, സോപ്പ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഗ്യാസ് ലീക്ക് റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഇനി ഇഫ് എ ഗ്യാസ് ലീക്ക് ഈസ് സസ്പെക്റ്റഡ് ഓർ ഇഫ് ദ ഫയർ സ്പ്രെഡ് ഓൺ എ സിലിണ്ടർ വാട്ട് എൽസ് കുഡ് ബി ഡൺ, തിങ്ക് ഇറ്റ് ഓവർ. എന്തൊക്കെയാണ് ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സിലിണ്ടറിൽ നിന്ന് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. ഇഫ് യു ആർ കൺവിൻസ്ഡ് ദാറ്റ് ദർ ഈസ് എ ഗ്യാസ് ലീക്ക് ഡിസ്കണക്ട് ഇലക്ട്രിസിറ്റി ഫ്രം ഔട്ട്സൈഡ് ദ ഹോം. പെട്ടെന്ന് തന്നെ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ദ റെഗുലേറ്റർ ആൻഡ് ഷിഫ്റ്റ് ദ സിലിണ്ടർ ടു ആൻ എംപ്റ്റി സ്പേസ്. എന്താണ് റെഗുലേറ്റർ, ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ സിലിണ്ടറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, എംപ്റ്റി സ്പേസിലേക്ക് പുറത്തേക്ക് എവിടേക്കെങ്കിലും മാറ്റിയിടാൻ ശ്രമിക്കുക. കീപ് ദ വിൻഡോസ് ആൻഡ് ഡോർ ഓപ്പൺ. വീട്ടിലെ വിൻഡോസും ഡോറും ഒക്കെ ഓപ്പൺ ചെയ്യുക. റിക്വസ്റ്റ് ഹെൽപ്പ് ഫ്രം ദ ഫയർഫോഴ്സ് ബൈ കോളിംഗ് ഇൻ ദ ടോൾ ഫ്രീ നമ്പർ 108. 108 എന്ന് പറഞ്ഞിട്ട് ഫയർഫോഴ്സിൻ്റെ നമ്പറിൽ വിളിക്കാൻ ശ്രമിക്കുക. വെൽ ട്രെയിൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ക്യാൻ പുട്ട് ഔട്ട് ദ ഫയർ ബൈ കവറിംഗ് ദ ടോപ്പ് ആൻഡ് ദ സിലിണ്ടർ വിത്ത് വെറ്റ് സാക്ക് ടു പ്രിവെൻറ്റ് ദ കോൺടാക്ട് വിത്ത് ഓക്സിജൻ. അതായത് ഓക്സിജനുമായിട്ട് ഈ സിലിണ്ടർ കോൺടാക്റ്റിൽ ഇരുന്നാൽ മാത്രമേ തീ പടരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സിലിണ്ടറിനെ വെറ്റ് സാക്ക്, നനഞ്ഞ ചാക്കുകൾ കൊണ്ട് അവർ മൂടിയിട്ട് ട്രെയിൻ ചെയ്ത റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ഇത് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇഫ് ദ ഫയർ ഈസ് ദ ഫ്ലാറ്റ് ഓർ ദ ടോപ്പ് സ്റ്റോറി ദെൻ വൺ കുഡ് നോട്ട്. അപ്പോൾ ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇതൊരു ലോങ് വീഡിയോ ആയിപ്പോയി. എന്ത് തന്നെയായാലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ടൈം കിട്ടുമ്പോൾ ഒക്കെ കേട്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക.